വലിയങ്ങാടിയിലും പ്രസംഗിക്കും, ചെറിയങ്ങാടിയിലും പ്രസംഗിക്കും, തവനൂരിലും പ്രസംഗിക്കും, അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിലും പ്രസംഗിക്കും. അതാ ഞാൻ പറഞ്ഞത്, സഭയിൽ ഒരിക്കൽ പിന്നെ അവതരിപ്പിച്ച വിഷയം അന്ന് അടിയന്തര പ്രമേയം അനുവദിക്കാൻ പോലും സമ്മതിക്കാത്തൊരു സർക്കാരാണ്. സഭയിൽ അവതരിപ്പിച്ചിട്ട് എന്ത് കാര്യം? സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് കാര്യമാണ്? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടാവും? സഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ സഭയിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയൂ. പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാറില്ലേ പണ്ട് തോൽക്കുമ്പോൾ? ഉത്തരം മുട്ടുമ്പോൾ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഉത്തരം മുട്ടുമ്പോൾ സഭയെ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആലോചിക്കും, ലോകായുക്തയുടെ അധികാരമൊക്കെ എടുത്തു കളഞ്ഞില്ലേ? കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു? ഈ അഴിമതി അന്വേഷണം പേടിക്കുന്ന ഒരു സർക്കാർ KT ജലീൽ അയോഗ്യനായപ്പോൾ ഇനി വേറെയും മന്ത്രിമാർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ വരുമോ, അല്ലെങ്കിൽ ജലീൽ തന്നെ വീണ്ടും ഈ കളികളൊക്കെ ഇനിയും പിടിക്കപ്പെടാനുണ്ട് എന്നത് കണ്ടതുകൊണ്ട് ലോകായുക്തയുടെ പല്ലും നഖവും എടുത്തു കളഞ്ഞില്ലേ? എന്തിനാ ലോകായുക്ത? ഈ നാട്ടിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും നടത്തുന്ന അഴിമതി കണ്ടുപിടിക്കാനല്ലേ? ആ അഴിമതി കണ്ടുപിടിക്കാനുള്ള ഒരു അധികാര സ്ഥാപനത്തിൻ്റെ പല്ലും നഖവും എടുത്തു കളഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കും. ജനകീയ കോടതിയിൽ ഞങ്ങൾ നിരന്തരമായി പോകും, ഞങ്ങൾ സംസാരിക്കും, അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഇനി പിടിച്ചേക്കാൻ കഴിയില്ല. യൂത്ത് ലീഗിൽ അല്ല, അത് ഫിറോസും ജലീലും അല്ല. യൂത്ത് ലീഗിൽ കേരളത്തിലെ UDF നേതൃത്വത്തിന് നല്ല വിശ്വാസമുണ്ട്. എന്താ കാര്യം? KT ജലീലിനെതിരെ ബന്ധു നിയമനം, സ്വജനപക്ഷപാതം, അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അന്നും ഇതായിരുന്നില്ല ജലീൽ പറഞ്ഞത്. എവിടെ ഫിറോസിൻ്റെ നേതാക്കന്മാർ? എവിടെ കോൺഗ്രസ് നേതാക്കന്മാർ? അവസാനം ജലീൽ നാണം കെട്ടി രാജിവെച്ചില്ലേ? യൂത്ത് ലീഗിന് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടെന്ന് UDF നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടം അതിശക്തമായി ഉന്നയിക്കും. അതിന് UDF നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. ഞങ്ങൾ പോരാ എന്ന് തോന്നിയാലല്ലേ അവരിടപെടേണ്ടതുള്ളൂ. ഞങ്ങൾക്കും നല്ല ആത്മവിശ്വാസം. അതാ ഞാൻ പറഞ്ഞത്, അവർക്കറിയാം യൂത്ത് ലീഗ് അത് മതിയായ കോമ്പിറ്റന്റ് അതോറിറ്റിയാണ്. അതെ, ഇത് ജലീലിനെ പോലെയുള്ള ഒരാളെ മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ MLA അല്ലേ അദ്ദേഹം, ഇതിനേക്കാൾ വലിയ അധികാര സ്ഥാനത്തായിരുന്നില്ല അദ്ദേഹം നേരത്തെ ഇരുന്നത്. ആ അധികാര സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേവലം MLA അല്ലേ? ആ MLA പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ യൂത്ത് ലീഗിന് നല്ല പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങളെ നേതാക്കന്മാർക്ക് അറിയാം. ഒറ്റയാളല്ല, യൂത്ത് ലീഗാണ്. ഒറ്റയാളുടെ പ്രശ്നമല്ല. യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഞാൻ, അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്. അല്ലാതെ ഫിറോസിൻ്റെ പോരാട്ടമല്ല. എനിക്കെന്ത് വ്യക്തിപരമായി ഞാനും ജലീലും തമ്മിൽ എന്തിനു പോരാടണം? ഞങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദമായിരുന്നു, ഒരു പോരാട്ടത്തിൻ്റെ പ്രശ്നവുമില്ല. പക്ഷെ അദ്ദേഹം എന്ന് മുതലാണോ തെറ്റ് ചെയ്തത്, എന്ന് മുതലാണോ അഴിമതി നടത്തിയത്, എന്ന് മുതലാണോ സ്വജനപക്ഷപാതം നടത്തിയത്, അന്ന് മുതൽ യൂത്ത് ലീഗ് പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു.